ഒരാഴ്ച മുമ്പാണ് അവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. വീണ്ടും അവിടെ നിന്ന് പോകേണ്ട അവസ്ഥയിലാണ്. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലെ ജനങ്ങളാണ് ജീവന് വേണ്ടി സ്വന്തം നാടുപേക്ഷിച്ച് പലായനം ചെയ്യുന്നത്. ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങിയതോടെയാണ് ജനങ്ങൾ പരിഭ്രാന്തരായി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നത്. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല. സുരക്ഷിതമായ ഒരിടവും ഇവിടെയില്ല. എല്ലായിടത്തും അവർ ആക്രമണം നടത്തുകയാണ്. അൽമവാസിയിൽ അവർ ആക്രമണം നടത്തി, നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇവിടെ സുരക്ഷിതത്വമില്ല. ദൈവത്തിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാനാവൂ. പ്രദേശവാസി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. സുരക്ഷിത ഇടമായി പ്രഖ്യാപിച്ചതാണ് അൽമവാസി. ഇവിടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിൽ കുറഞ്ഞത് 5 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. കുട്ടികളും വൃദ്ധരും ഉൾപ്പെടുന്ന സംഘമാണ് രക്ഷ തേടി പരക്കം പായുന്നത്. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല എന്നാണ് ജനങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നത്. ഞങ്ങൾ സുരക്ഷിത ഇടം തേടി അലയുകയാണ്. സുരക്ഷിതമായ ഇടം ഇവിടെയില്ല. ഗസയെ ആകെ തകർത്തിരിക്കുന്നു, ഖാൻ യൂനിസിലെ താമസക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകളാണ് ഖാൻ യൂനിസിൽ നിന്ന് അഭയം തേടി അലയുന്നതെന്ന് അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഒഴിപ്പിക്കൽ പ്രഖ്യാപനം നടത്തിയ ശേഷം 30ഓളം പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. അതിനിടെ ഹമാസ് ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാനായി വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും തുടങ്ങാനുള്ള ശ്രമത്തിലാണ് രാജ്യങ്ങൾ. ഓഗസ്റ്റ് 15-ന് വെടിനിർത്തൽ ചർച്ച നടത്താനായി ഖത്തറും ഈജിപ്തും അമേരിക്കയും ഹമാസിനെയും ഇസ്രായേലിനെയും ക്ഷണിച്ചിട്ടുണ്ട്. മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ ചർച്ചകൾക്കായി വീണ്ടും ശ്രമം തുടങ്ങിയത്. ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം ഇസ്രായേൽ ഹമാസ് സംഘർഷം അതിരൂക്ഷമായ തലത്തിലേക്ക് ഉയർന്നിരുന്നു. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും തീവ്ര നിലപാടുകളുമായി രംഗത്ത് വന്നു. ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു.